എന്റെ ഫോണ് മേടിച്ചരാ. ആരും വരില്ല. പ്രിയപ്പെട്ടവരെ, തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ട വീഡിയോ എന്തിനെ സംബന്ധിച്ചാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. മൊബൈലിനോടുള്ള ആസക്തി, മൊബൈലിലുള്ള അഡിക്ഷൻ മക്കളിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനോളം പറയണം, മൊബൈൽ വെറും ഒരു ഉപയോഗം മാത്രമായിട്ടല്ല അവർ കാണുന്നത്, അതിനെ ഒരു ലോകമായിട്ടാണ് കാണുന്നത്. പലർക്കും അത് സമയം, ശ്രദ്ധ, മനസ്സ്, അവരുടെ ആത്മാവ്, എന്തിനോളം പറയണം, അവരുടെ എല്ലാം, അവരുടെ സന്തോഷം, അവരുടെ ദുഃഖം, അവരുടെ ഒരു വലിയ ലോകമായിട്ട് അവരുടെ മൊബൈൽ ഫോൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്ന, മൊബൈലിനോടുള്ള ആസക്തി എന്ന് പറയുന്നത് വെറും ഒരു ഫോൺ കുറച്ചു നേരം ഉപയോഗിക്കുക എന്നതിൽ മാത്രമല്ല, മറിച്ച് മനസ്സിനെയും ജീവിതത്തെയും താളം തെറ്റിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ചടക്കുന്ന, നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മൊബൈൽ അഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ആത്മീയമായിട്ട് മക്കളെ ചികിത്സിക്കണം. ഞാൻ മുഅ്മിനീങ്ങളോടാണ് സംസാരിക്കുന്നത്. ആത്മീയമായ ചികിത്സ മക്കൾക്ക് കൊടുക്കണം. മാത്രമല്ല സൈക്കോളജിക്കലായിട്ടുള്ള പ്രായോഗികമായ പരിചരണം മക്കൾക്ക് കൊടുക്കണം. ആദ്യം എന്താണ് പ്രശ്നമെന്ന് രക്ഷിതാക്കളായ നമ്മൾ, സഹോദരങ്ങളായ നമ്മൾ മനസ്സിലാക്കണം. മൊബൈൽ അഡിക്ഷൻ സാധാരണയായി ഉണ്ടാകുന്ന ആ ഒരു തുടക്കം, എന്തുകൊണ്ടാണ് മൊബൈൽ അഡിക്ഷൻ തുടങ്ങുന്നത് എന്നുള്ള ആ ഒരു പ്രശ്നം, അതിൻ്റെ മൂലകാരണം മനസ്സിലാക്കണം. പലപ്പോഴും പലരിലും ഉണ്ടാകുന്ന ശൂന്യത, വീട്ടിൽ ആകെ ഒരു മകൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആകെ കുറഞ്ഞ ആളംഗം മാത്രമേ വീട്ടിലുള്ളൂ, അല്ലെങ്കിൽ ഇയാൾ ഒറ്റയ്ക്ക് ശൂന്യത അയാൾ അനുഭവിക്കുന്നുണ്ട്, ഒറ്റപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഒരുപക്ഷെ ഇയാളെ മൊബൈൽ അഡിക്ഷനിലേക്ക് ഒരുപക്ഷെ മാറ്റുന്നത്. അല്ലെങ്കിൽ ഏകാന്തത, അതല്ലെങ്കിൽ സമ്മർദ്ദം, ടെൻഷൻ പോലത്തത് ഇയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അല്ലെങ്കിൽ എന്തെങ്കിലും അംഗീകാരം കിട്ടാനുള്ള ആഗ്രഹം, മൊബൈലിൽ റീലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം, വലിയ നിലക്കായിരിക്കും, വലിയ അംഗീകാരം കിട്ടാനുള്ള അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിൽ മൊബൈൽ വല്ലാണ്ട് അയാളിലേക്ക് ചേർന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ, മൊബൈൽ ഗെയിം കളി, അങ്ങനത്തെയുള്ള ശീലങ്ങൾ കാര്യങ്ങളൊക്കെ വരിക. അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു വിനോദം എന്ന് പറയുന്ന ലഹരി. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, ഉറക്കം വരാതിരിക്കുമ്പോൾ കുറച്ച് നേരം മൊബൈലിൽ നോക്കിയിരിക്കുക എന്ന് പറയുന്ന ഒരു കാരണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് കുറച്ച് നേരം മൊബൈലിൽ കയറട്ടെ, ഫേസ്ബുക്കിൽ കയറട്ടെ, വാട്സപ്പിൽ നോക്കട്ടെ എന്നൊക്കെ പറയും. ഉറക്കക്കുറവ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയാറുണ്ട്. മറ്റൊന്ന്, ഈ ലക്ഷ്യമില്ലാത്ത ജീവിത രീതി. ഒരു മുഅ്മിൻ്റെ ജീവിത ലക്ഷ്യത്തിലാവണമല്ലോ. ഇയാൾക്കൊരു ലക്ഷ്യവുമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എന്നാൽ പിന്നെ മൊബൈൽ എടുത്ത് നോക്കാം എന്ന് പറയുന്ന രൂപത്തിലേക്ക് ജീവിതത്തിൻ്റെ രീതിയൊക്കെ മാറുമ്പോൾ, ഇതിൽ എന്തെങ്കിലുമൊക്കെ കാരണമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ മൊബൈൽ അഡിക്ഷനിലേക്ക് ആളുകൾ എത്തിപ്പെടാറുള്ളത് എന്നാണ് കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു നിഗമനം എന്നൊക്കെ പറയുന്നത്. അതിനാൽ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൊബൈൽ മാറ്റിവെച്ച ശേഷം എൻ്റെ ജീവിതം എന്തുകൊണ്ട് നിറക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മൊബൈൽ ഫോണിനേക്കാളും കൂടുതൽ നമ്മൾ ഒരു പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഈ മൊബൈലില്ലാത്തൊരു ജീവിതം നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. മൊബൈലില്ലാത്തൊരു ജീവിതം, മൊബൈലിൽ നെറ്റ് കഴിഞ്ഞാലുണ്ടാകുന്ന അസ്വസ്ഥത, മൊബൈലിന് എന്തെങ്കിലും സംഭവിച്ചാലുള്ള തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി തനിക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല, ഒരു സന്തോഷമില്ല, ഇനി തനിക്ക് തൻ്റെ കൂട്ടിന് ആരുമില്ല എന്നൊക്കെ തോന്നുന്ന രൂപത്തിലേക്ക് ഈ മൊബൈൽ ജീവിതത്തിനോടൻ ചേർന്ന് വരാം. തൻ്റെ കുടുംബമില്ലെങ്കിലും കുഴപ്പമില്ല, തൻ്റെ കൂട്ടുകാരില്ലെങ്കിലും കുഴപ്പമില്ല, ഭക്ഷണം വേണ്ടെങ്കിലും കുഴപ്പമില്ല, മൊബൈൽ മതി. ജീവിതത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല ആത്മീയമായിട്ടുള്ള ചികിത്സ ഇതിന് കൊടുക്കേണ്ടതുണ്ട്. അതായത് സമയമെന്ന് പറയുന്നത് അള്ളാഹ് കൊടുത്തിട്ടുള്ള ഒരു അമാനത്താണല്ലോ. അതായത് ആഖിറത്തിൽ താൻ എന്തൊക്കെ വേണ്ടിയിട്ടാണ് തൻ്റെ സമയത്ത് ചെലവഴിച്ചത് എന്ന് പറയപ്പെടാതെ ഒരു കാൽ മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ അമ്പേ പരാജയത്തിലാണെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് പറയാണ്. മനുഷ്യർ ദുരന്തത്തിലാണ്, പരാജയത്തിലാണ്. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് കാലത്തെ തന്നെയാണ് സത്യമെന്നാണ്, സമയത്തെ തന്നെയാണ് സത്യം. സമയം മനുഷ്യർ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ നെഗറ്റീവാണ്. മനുഷ്യന് സമയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല എന്നതാണ് ഇത് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതം വളരെ ചെറുതാണല്ലോ. അതിൽ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളുമൊക്കെ ഓടുന്ന ഒരു സ്പീഡുണ്ട്. ആ വേഗതയിൽ അവൻ റീൽസ് കാണുന്നു, ഷോർട്സ് കാണുന്നു, അവനിങ്ങനെ സ്ക്രോൾ ചെയ്ത് അവൻ്റെ സമയം, അവൻ്റെ ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവൻ്റെ ജീവിതം കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നൂറ് കാര്യങ്ങൾ ഇങ്ങനെ നിറയാണ്. അവൻ്റെ ആത്മാവിൻ ഒരു പക്ഷേ ശൂന്യത കൂടുന്നു എന്നല്ലാതെ സമാധാനം വരില്ല.
അവൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ ഒരുപക്ഷെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു വീഡിയോ കാണുമ്പോൾ ഇത് തനിക്ക് പറ്റിയ പണിയാണെന്ന് വിചാരിച്ചിട്ട് ആ പണിയിലേക്ക് തുനിയുമ്പോൾ അടുത്ത റീൽസ് കാണും. മനുഷ്യൻ്റെ മനസ്സിലുള്ള ലക്ഷ്യബോധം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമയം കാലം വളരെ ഗൗരവത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എടുത്തുകൊണ്ടിരിക്കണം. മറ്റൊന്ന്, ഹൃദയം എന്തുകൊണ്ട് ശാന്തമാകുന്നില്ല? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹനെ സ്മരിക്കലിലൂടെയാണ്, അള്ളാഹനെ ഓർക്കലിലൂടെയാണ്, അവന് വേണ്ടി ഇബാദത്ത് ചെയ്യലിലൂടെയാണ്, അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചെല്ലുന്നതിലൂടെയാണ് ഹൃദയങ്ങളിൽ സമാധാനം വരുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. മൊബൈൽ ഫോൺ നൽകുന്നത് എന്താണ്? സമാധാനത്തിന് വേണ്ടി, കുറച്ചു നേരം ആശ്വാസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് സമയം കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ അത് താൽക്കാലികമായിട്ടുള്ള വെറും ഒരു ഉത്തേജനം മാത്രമാണ്. പക്ഷേ അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ടുള്ള അല്ലെങ്കിൽ ദിക്ർ കൊണ്ടുള്ള ഉത്തേജനമെന്ന് പറയുന്നത് സ്ഥിരമായ സമാധാനമാണ്. അതിനാൽ തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ സ്വമേധയാ ചെയ്യണം. മൊബൈലിൻ്റെ ഉപയോഗം കുറച്ചിട്ട് 100 തവണ ഇസ്തിഗ്ഫാർ ചെല്ലുന്നു, തഹ്ലീൽ ചെല്ലുന്നു, സ്വലാത്ത് ചെല്ലുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇതൊക്കെ മനസ്സിൻ്റെ അമിതമായിട്ടുള്ള വെപ്രാളം കുറക്കും, മനസ്സ് അമിതമായി തെന്നിപ്പോകുന്നതിനെ കുറക്കും, ടെൻഷൻ കുറയും, ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ് എന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 നിഅമത്തുകളുണ്ട്, 2 അനുഗ്രഹങ്ങളുണ്ട്. പലരും നഷ്ടപ്പെടുത്തുന്നതാണ് ആ 2 അനുഗ്രഹങ്ങളിൽ നിന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സിഹത്ത് വൽ ഫറാഅ്. മനുഷ്യർ പലപ്പോഴും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് അവൻ്റെ ആരോഗ്യവും ഒഴിവു സമയവും എന്ന് ബുഖാരി ഇപ്പോൾ ചെയ്യുന്ന ഹദീസിൽ കാണപ്പെട്ടു. ഈ ഒഴിവു സമയം നിയന്ത്രണമില്ലാതെ കിട്ടുമ്പോൾ മൊബൈൽ ആ സമയങ്ങളെ തിന്നുകളയുന്നു. മൊബൈൽ ഫോണാണ് മനുഷ്യൻ്റെ സമയങ്ങളെ തിന്നുകളയുന്നത്. അതുകൊണ്ട് അത് നമുക്ക് നഷ്ടപ്പെടുന്ന വലിയ മൂല്യമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് പ്രായോഗികമായ കുറേ ചികിത്സയുണ്ട്. ഇന്ന് മൊബൈൽ ഫോൺ കുറക്കും എന്ന് പറഞ്ഞുകൊണ്ട് 2 മണിക്കൂർ കുറച്ചതുകൊണ്ട് പഴയപടിയിലേക്ക് അല്ലെങ്കിൽ മുമ്പുള്ള രൂപത്തിലേക്ക് മാറണമെന്നില്ല. കാരണം അഡിക്ഷൻ എന്ന് പറയുന്നത് മനസ്സിനേക്കാൾ ഒരു പക്ഷേ അതിലുള്ള ഒരു ആസ്വാദനത്തിൽ അവൻ മുഴുകുന്നത് കൊണ്ട് തന്നെ മറ്റൊന്നിനോടൊക്കെ അവൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ മൊബൈൽ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ മാറ്റിയെടുക്കണമെന്നുള്ള. വെറുതെ ഇരിക്കുമ്പോഴാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാൻ പാടില്ല എന്നർത്ഥം. ടെൻഷൻ തോന്നുന്ന ചില സാഹചര്യങ്ങളിലാണെങ്കിൽ, ചില കാര്യങ്ങളിലാണെങ്കിൽ ആ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് സാഹചര്യങ്ങളെ മാറ്റിയാൽ മതി എന്നാണ്. മാത്രമല്ല ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗമെന്ന് പറയുന്നത് മൊബൈൽ ഫോണിലേക്ക് തിരിച്ചു കളയുന്ന സാഹചര്യം ഒഴിവാക്കുക. അതായത് നോട്ടിഫിക്കേഷനൊക്കെ ഓഫാക്കി വെക്കുക എന്നൊക്കെ പറയില്ലേ. ഒരു നിലയ്ക്ക് അത് അപകടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്യാവശ്യ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇൻസ്റ്റഗ്രാം പോലത്തെ അതുപോലെ ഫേസ്ബുക്ക് പോലത്തതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഓഫാക്കി വെച്ചാൽ നമുക്കതിലേക്കുള്ള ടെൻഡൻസി കുറഞ്ഞു കിട്ടും. വാട്സപ്പിൻ്റെ ശബ്ദം കുറച്ച് വെക്കുക. വാട്സപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് ഇങ്ങനെ മടങ്ങി ചെല്ലും. അതിൻ്റെ ഓരോ നോട്ടിഫിക്കേഷനും മനസ്സിൽ അവൻ്റെ ബ്രെയിനിൽ വീണ്ടും ഫോൺ പിടിക്കാൻ പ്രേരിപ്പിക്കും. അതിനാൽ ഈ മൊബൈൽ ഫോണിൻ്റെ കോളിംഗ് മാത്രം ഓണാക്കുക, ബാക്കിയുള്ളതൊക്കെ ഓഫാക്കി വെച്ചാൽ ഒരു നിലയ്ക്ക് നമുക്കതിനുള്ള ടെൻഡൻസി കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ മൊബൈൽ തുറന്നാൽ നേരെ കാണുന്ന ആ സ്ക്രീനിൽ നിന്നും പലതും മാറ്റിവെക്കണം. ഇൻസ്റ്റഗ്രാം മൊബൈൽ നേരെ തുറന്നാൽ കാണുന്ന രൂപത്തിലേക്ക് ഹോം സ്ക്രീനിൽ വരാതിരിക്കാൻ നോക്കണം. ഫേസ്ബുക്ക് ഹോം സ്ക്രീനിൽ വരാതിരിക്കണം. ടിക്ടോക്ക്, യൂട്യൂബ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു 2ാമത്തെ പേജിലേക്കോ 3ാമത്തെ പേജിലേക്കൊക്കെ മാറ്റിയിട്ട് മൊബൈൽ തുറക്കുമ്പോൾ നേരെ കാണുന്നത് ഇത്തരത്തിലുള്ള നമ്മൾ കൂടുതൽ സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാക്കാതിരിക്കുക. അതിലൂടെ നമുക്ക് കൂടുതൽ അഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല ചില ജീവിതത്തിൽ നോ ഫോൺ സോൺസ് ഉണ്ടാക്കിയെടുക്കണം. മൊബൈൽ ഫോൺ തീരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണത്തിന് കട്ടിലിൽ കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം എടുക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലിൻ്റെ പരിസരത്ത് നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. പഠിക്കുന്ന സമയം, പഠനമുറി, ഇത്തരം സാഹചര്യങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് അവൻ നിശ്ചയദാർഢ്യം എടുക്കുക. മാത്രമല്ല ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ ഓഫാക്കുക. മൊബൈൽ ഫോൺ നേരെ അത് കളിച്ചിട്ട് നേരെ ഉറങ്ങാതെ. ഒരു മുഅ്മിനായ മനുഷ്യൻ നിലയ്ക്ക് രാത്രി ഈ സ്ക്രോൾ ചെയ്ത കാര്യം മനസ്സിനെ വല്ലാണ്ട് അലട്ടും, ഉത്തേജിപ്പിക്കും. അത് മായാൻ 1 മണിക്കൂർ സമയം കൊടുത്തിട്ട് മനസ്സ് ആശ്വാസത്തോടു കൂടിയിട്ട് കിടത്താൻ വേണ്ടിയിട്ട്, ഉറക്കാൻ വേണ്ടിയിട്ട്, സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയിട്ട് വുളൂ എടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, ദിക്ർ ചൊല്ലുക, ഇങ്ങനെയൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പതിവാക്കുക. മൊബൈൽ ഫോൺ കാണിച്ച് ഉറക്കം വരുമ്പോൾ ഇറങ്ങിപ്പോവുക, ആ സാഹചര്യം ഒഴിവാക്കുക. മാത്രമല്ല രാവിലെ എണീറ്റ ഉടനെ തന്നെ മൊബൈൽ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ നോക്കാൻ നിൽക്കാതെ ആദ്യത്തെ 30 മിനിറ്റ് ഫജ്ർ നിസ്കാരം, സുബ്ഹി നിസ്കാരം, തഹജ്ജുദ്, ദുആ, അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ പ്രാഥമികമായ കാര്യങ്ങൾ, ചില പ്ലാനിങ് ഉണ്ടാവും, ചിലപ്പോൾ ചായ കുടിക്കാനുണ്ടാവും, ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ഇവയൊക്കെ മാറ്റിവെക്കുക. രാവിലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഇൻപുട്ടായിട്ട് മൊബൈലിൻ്റെ നോട്ടിഫിക്കേഷനോ മെസ്സേജുകളോ മാറാൻ പാടില്ല. അത് അഡിക്ഷൻ്റെ ഭാഗമായിട്ട് മാറും. മാത്രമല്ല ഈ സ്ക്രീൻ ടൈം അതിൻ്റെ ഒരു ലിമിറ്റ് ഉപയോഗിക്കുക.
ആൻഡ്രോയിഡ് മൊബൈൽ അല്ലെങ്കിൽ ഏത് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഒരു ആപ്പിന് സമയമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ് മോഡിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലിമിറ്റ് വെക്കുക. ഓരോ ആപ്പിനും ഓരോ ലിമിറ്റ് വെക്കുക. ഇങ്ങനെ നമ്മൾ ബ്രെയിനിനെ നിരന്തരമായിട്ട് ഈ മൊബൈൽ ഫോണിൽ അടിമപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. സൈലൻ്റാക്കി വെക്കുക. പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ വിടുക. പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട്, എക്സസൈസിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ളിടത്ത് മാത്രം പ്രവേശിക്കാനൊക്കെ സമയം കണ്ടെത്തുക. ഇങ്ങനെയാകുമ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ബോറടിക്കുമെന്നുണ്ടെങ്കിൽ പോലും പിന്നീട് മനസ്സിനൊരു കോൺഫിഡൻസ് കിട്ടും, സ്ഥിരത കിട്ടും. അപ്പോൾ മൊബൈൽ ഫോണിന് പകരം എന്ത് എന്നതിൻ്റെ ഒരു മറുപടി നമ്മൾ കൊണ്ടുവരണം. ആ മൊബൈൽ ഫോൺ ഒഴിവാക്കിയാൽ അതിന് പകരം ഒന്നുകിൽ എന്തെങ്കിലും ഖുർആൻ പഠിക്കാനോ, അല്ലെങ്കിൽ എക്സസൈസ്, അല്ലെങ്കിൽ വാക്കിംഗ്, അല്ലെങ്കിൽ റൈറ്റിംഗ്, അല്ലെങ്കിൽ നല്ലൊരു കുടുംബക്കാരുമായി സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളുമായി സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ മതപരമായ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ പുസ്തക വായന, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ അതിന് പകരം വെക്കാൻ പറ്റിയിട്ടുള്ള കാര്യം കണ്ടെത്തിക്കൊണ്ട് ശക്തമായൊരു മാർഗം കൃത്യമായിട്ടുണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആത്മീയമായിട്ട് നമുക്ക് വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയവും പ്രായോഗികമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 10 മിനിറ്റ് ദിക്ർ ചെല്ലാനോ, ഖുർആൻ ഓതാനോ, 1 മണിക്കൂർ ഒരു മൊബൈൽ ഫോണൊന്ന് ഓഫാക്കി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ജീവിതം ഒരു പതുക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ സമയം നഷ്ടമാവില്ല, ശ്രദ്ധ ചിന്നിച്ചിതറിപ്പോവില്ല. മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് സത്യം പറഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും വലിയ നഷ്ടമെന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ കാഠിന്യം കുറയുമെന്നാണ്. ഓരോ വീഡിയോയിൽ ആക്സിഡൻറ്റ് വീഡിയോസ് അല്ലെങ്കിൽ എന്ത് കാര്യം നമ്മൾ കണ്ടാലും നമ്മുടെ ഹൃദയത്തിൽ ശാന്തി കുറയും. ഇബാദത്തിനോടുള്ള കോൺസെൻട്രേഷൻ പോകും, കുടുംബ ബന്ധങ്ങൾ തകരും, ആഴത്തിൽ ചിന്തിക്കാൻ കഴിയാതെയായി വരും. പക്ഷേ ആത്മീയമായിട്ടുള്ള രൂപത്തിലും നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിക്കലായ രൂപത്തിലും നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ദൈനംദിന ചിട്ട കൊണ്ടുവന്നിട്ട് വൈകുന്നേരം രാത്രിയും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോൾ ഏത് സമയത്തും ഒരു ചിട്ടയിലായിട്ട് നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് വളരെ ഗുണം കിട്ടും. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഈനുഹു എന്നാണ്. ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നാകുന്നതിൻ്റെ ഭാഗമാണ് അവന് പ്രയോജനമില്ലാത്തതിനെ ഒഴിവാക്കുന്നത് എന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രയോജനമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അടിമപ്പെടുക, സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ ജീവിതം അത് രസകരമാക്കണമെങ്കിൽ, സുന്ദരമാക്കണമെങ്കിൽ, മനോഹരമാക്കണമെങ്കിൽ ഇത്തരത്തിൽ കുറച്ച് അധ്വാനിക്കണം. നല്ല ജീവിതത്തിൽ സന്തോഷം കൈവരികയുള്ളൂ.